1997 മാർച്ച് 24-ാം തീയതി പരിശുദ്ധ അമ്മ സന്ദേശം തന്നപ്പോൾ ആദ്യം തുടങ്ങിയത് ഇങ്ങനെയാണ്. മക്കളെ, ഈ 1997 കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കരുണ ഈ ഒരു വർഷത്തേക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. നിങ്ങൾ നിരന്തരം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നു മുതലേ കരുണയുടെ വർഷം ഇനിയും പ്രഖ്യാപിക്കപ്പെടണമേ. കരുണയുടെ ആവശ്യകതയെക്കുറിച്ച് ലോകം അറിയാൻ ഇടവരുത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കരുണയുടെ വർഷം 2015 ഡിസംബർ 8 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട കരുണയുടെ വർഷത്തിൽ കാരുണ്യത്തിൻ്റെ നിറവായി ഈശോയെ വിളിച്ച് അപേക്ഷിക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം എല്ലാവരും സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു തരുവാണ്. ഞങ്ങളിവിടെ ചാപ്പൽ പണിതപ്പോൾ, പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ചാപ്പൽ പണിതപ്പോൾ കരുണയുടെ ഒരു രൂപം ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു. കരുണയുടെ പ്രാർത്ഥന നിരന്തരം ചൊല്ലിപ്പോരുന്നു. പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങളിലെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുന്നത് കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ടാണ്. ആ ചാപ്പലിൻ്റെ പണിയോട് അനുബന്ധിച്ച് തന്നെ കരുണയുടെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒന്ന് ഇടവക ദേവാലയത്തിൽ കൂടെ വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോട് പറഞ്ഞു. അച്ഛനത് സമ്മതിച്ചു. കരുണയുടെ ഒരു തിരുസ്വരൂപം അവിടെ വെച്ചു. പക്ഷേ പ്രാർത്ഥന തുടങ്ങാനായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ സമ്മതിച്ചില്ലായിരുന്നു. ആരും ചൊല്ലുന്നില്ലായിരുന്നു. അത് മനസ്സിനൊരു വിഷമമായിരുന്നു. അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതേ വികാരിയുടെ നാമം ഉള്ള പേരുള്ള മറ്റൊരു വികാരി വരുമ്പോൾ ഈ കരുണയുടെ ജപമാല ഈ ദേവാലയത്തിൽ തുടങ്ങും എന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുക. ഞങ്ങളുടെ ഇപ്പോഴത്തെ വികാരിച്ചൻ ഫാദർ ജോർജ് തിരുത്തുപള്ളി വന്നതിന് ശേഷം കരുണയുടെ ജപമാല പ്രഭാതത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ചൊല്ലാനായിട്ട് ആരംഭിച്ചു. പരിശുദ്ധ അമ്മയുടെ ഉറപ്പ്, വാഗ്ദാനങ്ങളിൽ ഉറച്ചവനായി ഈശോയുടെ അമ്മയുടെ ഉറപ്പായും നടപ്പിലാകുമെന്നുള്ളതിൻ്റെ തെളിവ് കൂടെയത്. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് കരുണ അത് മനുഷ്യന് അത്യാവശ്യമാണ്. കാരണം കാരുണ്യത്തിൻ്റെ നിറവായ ഈശോ കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് മനുഷ്യരെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിത ശൈലികളും അവൻ്റെ ജീവിത പ്രവൃത്തികളുമാണ് കരുണ ജീവിതത്തിൽ ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന പല മേഖലകളും. നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ കാരുണ്യത്തിൻ്റെ സമൃദ്ധി നൽകാൻ ഈ ഒരു വർഷത്തിലൂടെ തുടർന്നുള്ള നാളുകളിലൂടെ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, അത് തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് കരുണയുടെ കലവറയിലേക്ക് വെച്ചു കൊടുക്കാം. പരിശുദ്ധ അമ്മ 51 സന്ദേശങ്ങൾ പൊതുവായും അല്ലാതെയും തന്നപ്പോഴൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈ ലോകത്ത് വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ അർപ്പിക്കാൻ വിശുദ്ധരായ വൈദികരുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. 97 തന്നെ പല സന്ദേശങ്ങളിൽ ആവർത്തിച്ചതും 2002 അമ്മ ഒരിക്കൽ കൂടെ ഊന്നൽ കൊടുത്ത് പറഞ്ഞതുമായ ഒരു സന്ദേശം ഞാനിപ്പോൾ ഓർത്തു പോകുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്നോടൊപ്പം ഈ ലോകത്ത് സാത്താനെതിരെ പടപൊരുതുന്ന സൈന്യനിരയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാ വൈദികരും സിസ്റ്റേഴ്സും. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം മക്കളെ. കാരണം വൈദികരെയും സിസ്റ്റേഴ്സിനെയും പാപച്ചങ്ങല കൊണ്ടടിച്ച് അടിമപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണ മക്കളെ തകർക്കാൻ സാത്താന് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കണം. മറ്റ് കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും കാണുമ്പോൾ അത് പ്രഘോഷിക്കാനുള്ളവരല്ല നമ്മൾ. നിരന്തരം നിശബ്ദതയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് വൈദികരുടെയും സമർപ്പിതരുടെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം പടപൊരുതുന്ന സാത്താനെതിരെയുള്ള ശത്രു സൈന്യത്തിൽ അവർക്ക് ബലം പകരാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ശുശ്രൂഷയിലൂടെ ദൈവവിളി സ്വീകരിച്ച ഒത്തിരി മക്കളുണ്ട്. വിശുദ്ധ കുർബാനയുടെ അത്ഭുതം കണ്ട് വൈദികരായവരുണ്ട്. ഇതെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ അമ്മ ദിവ്യ സന്ദേശങ്ങൾ എഴുതിപ്പിക്കുമ്പോൾ എത്ര സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടിയാണ് ഇടപഴകിയിട്ടുള്ളതെന്ന് ഒത്തിരി നന്ദിയോടെ എൻ്റെ അമ്മയ്ക്കൊരു ചുംബനം നൽകിക്കൊണ്ട് ഓർക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്.
ഒരു പ്രാവശ്യം എൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചറും മുട്ടിന് ഡിസ്ലൊക്കേഷനും ഉണ്ടായി, പ്ലാസ്റ്റർ ഇട്ടിട്ട് തീരെ വയ്യാതിരിക്കുന്നൊരു സമയം പരിശുദ്ധ ദൈവമാതാവ് ദിവ്യ സന്ദേശങ്ങൾ നൽകാനായി വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു, കുഞ്ഞെ മുട്ടുകുത്തി നിൽക്ക്. അമ്മേ, എൻ്റെ കാലിന് സുഖമില്ലല്ലോ, ഞാൻ എങ്ങനെ മുട്ടുകുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ എൻ്റെ ഈ 2 ഷോൾഡറിലും പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാനറിയാതെ മുട്ടുകുത്തി. പക്ഷെ അതേ സമയം തന്നെ എൻ്റെ കാലിലെ പ്ലാസ്റ്ററെല്ലാം തനിയെ അഴിഞ്ഞ് വീഴുകയായിരുന്നു. അമ്മ തന്നെ കരങ്ങൾ പിടിച്ച് എഴുതിയ സന്ദേശങ്ങളുണ്ട്. ഈ സന്ദേശത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈശോയും പരിശുദ്ധ അമ്മയെയും ഞാൻ മഹത്വപ്പെടുത്തുക. കാരണം മലയാളത്തിൽ എഴുതിയ 51 സന്ദേശങ്ങൾ അവസാനമായി ലഭിച്ച ഓഗസ്റ്റ് 22 2002 ലഭിച്ച സന്ദേശം, അത് ഒരുപാട് പ്രസക്തിയുള്ള സന്ദേശമാണ്. ആ സന്ദേശം എഴുതി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എന്നോടും ആദ്യം പറഞ്ഞു, കുഞ്ഞെ, അവസാനമായി നിന്നെ ഞാൻ സന്ദർശിക്കുന്ന സമയമാണിത്. ഞാൻ ഒരുപാട് കരഞ്ഞു. അമ്മേ, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ അരികിൽ വരണേ എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അമ്മയോട് അപേക്ഷിച്ചു. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെ അപേക്ഷിക്കാൻ ഒരു യോഗ്യത എനിക്കില്ലല്ലോ. ഞാൻ ഒത്തിരി കെഞ്ചി പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപ് ഒരു തവണ കൂടെ ഞാൻ വരുമെന്ന്. അതിനുശേഷം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, അമ്മയുടെ ആഗമനം വിളിച്ചോതുന്ന മാലാഖമാരുടെ സൈന്യം പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ എന്തു രസാ. ആ മാലാഖമാർ പ്രാർത്ഥിക്കുന്നത് ഞാനൊന്ന് എഴുതിക്കോട്ടെ. അന്നേരം അമ്മ പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ലിപി പരിചയമില്ലല്ലോ. അമ്മ, എനിക്ക് മനസ്സിലാകുന്നില്ല അവരേത് ലാംഗ്വേജിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷേ അമ്മ സഹായിച്ചാൽ എനിക്ക് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ എഴുതിയത് എന്താണെന്ന് ഇപ്പോഴും കൂട്ടി വായിക്കാൻ എനിക്കറിയില്ല. പക്ഷേ അറിയാവുന്ന വൈദികരും ചില ബിഷപ്പുമാരും വന്ന് അത് വായിച്ചപ്പോൾ പറഞ്ഞത് ലാറ്റിൻ ലാംഗ്വേജിലുള്ള പ്രാർത്ഥനകളാണെന്ന്. ഈശോയുടെ കൃപയാൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ 36 മരിയൻ ധ്യാനങ്ങൾ യുവക്ഷേത്രയിൽ വെച്ച്, പാലക്കാട് രൂപതയുടെ സെൻറ്ററിൽ വെച്ച് നടത്തിയ സമയത്ത് ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അഭിമന്യ ദിവാനിയോസ് പിതാവും മറ്റു വൈദികരും കൂടി ആ പ്രാർത്ഥന ചൊല്ലിയതും പാടി ചൊല്ലിയത് ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർത്തു പോവുക. അതുപോലെ ഒരു ജർമ്മൻ ഗ്രൂപ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് എന്തെന്ന് പോലും എനിക്കറിയില്ല, അവരോട് സംസാരിക്കാൻ അറിയില്ല. മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ജപമാലകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ഞാൻ കണ്ടു. എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ സമയം എൻ്റെ ആത്മീയ പിതാവിനോട് സംസാരിച്ചു, അമ്മേ, ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, അച്ഛാ, എന്തോ അമ്മ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു വീണ്ടും ചോദിക്കാൻ. വീണ്ടും ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, കുഞ്ഞെ, നീ എന്ത് കേൾക്കുന്നുവോ അത് ഉച്ചരിക്കാൻ പറഞ്ഞു. ഞാൻ കേൾക്കുന്നത്, അമ്മയുടെ അധരത്തിൽ നിന്ന് കേട്ടത്, എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടത് ഉച്ചരിക്കാൻ തുടങ്ങി. അത് ജർമ്മൻ ലാംഗ്വേജിൽ ജർമ്മൻസിനോട് പറയേണ്ട മെസ്സേജായിരുന്നു. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും അവർ റെസ്പോണ്ട് ചെയ്തിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടെ കരഞ്ഞ് പരിശുദ്ധ അമ്മയെ വാഴ്ത്തുന്നതും ഈശോയ്ക്ക് നന്ദി പറയുന്നതും കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ജർമ്മനിൽ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല. ആ സമയത്ത് ആ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിരിക്കാം എന്നെ ഒരു ഉപകരണമാക്കിയത്. അത് ഒത്തിരി വിശ്വാസത്തിലേക്ക് അവരെ നയിച്ചു എന്നുള്ളത് പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, സന്ദേശങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ആഹ്വാനങ്ങൾ അമ്മയുടെ സ്വന്തമല്ല, ഈശോയുടെ അറിയിപ്പുകളുടെ ഓർമ്മയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് എന്താ കൂടുതൽ പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന അനേകരുണ്ട്. അമ്മയ്ക്ക് തനിച്ചൊന്നും പറയാനില്ല. പുത്രൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യം. അത് അമ്മ ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നും അത് നിറവേറുക തന്നെ ചെയ്യും. ഏറെ നന്ദിയോടെ, അമ്മയ്ക്ക് കൂപ്പുകരങ്ങളോടെ ബുധനാഴ്ച ദിവസങ്ങളിൽ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും പ്രത്യേകമായിട്ടുള്ള മാതാവിൻ്റെ ഫീസ്റ്റ് ഡേയ്സിൽ ആരാധന ശുശ്രൂഷകൾ നടത്താനും എല്ലാ വാർഷികത്തിനും 11 വർഷമായിട്ട് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും അനുവദിച്ച ഈശോയ്ക്ക് നന്ദി. പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ ജേക്കബ് മനന്തോടത്തിന് നന്ദി.
അതുപോലെ വികാരിയച്ഛനും ആത്മീയ കൂട്ടായ്മയ്ക്കും ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നന്ദി അർപ്പിക്കാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുക. കാരണം നന്ദിയും ബഹുമാനവും എളിമയും വിശ്വാസവും വിശ്വസ്തതയും ശരണവും പരിശുദ്ധ അമ്മയുടെ മുഖമുദ്ര. അത് ഈ കരുണയുടെ വർഷം നമുക്ക് അഭ്യസിക്കാം. താൽക്കാലികമായ ഈ ജീവിതം നിത്യതയിലേക്കുള്ള കാൽവെപ്പുകളാണെന്ന് എന്നും നമുക്കോർക്കാം. ശരണപ്പെട്ടാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് മുറുകെ പിടിക്കാം. ജപമാല പ്രാർത്ഥന, വിശുദ്ധ കുർബാന അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. ഈശോ അത്ഭുതകരമായി തന്ന കുഞ്ഞ സ്നേഹമോള്. ഇവളെ പ്രസവിക്കാനായിട്ടുള്ള ലേബർ പെയിൻ തുടങ്ങി എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 9 മണിക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് കയറ്റിയിട്ട് ഓഗസ്റ്റ് 7-ാം തീയതി 5:05 സ്നേഹമോൾക്ക് ജന്മം നൽകാൻ ഈശോ അനുവദിച്ച സമയം. ആ സമയം അത്രയും ലേബർ റൂമിലെ മറ്റുള്ള മക്കളോട് കൂടെ, ഗർഭിണികളോട് കൂടെ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഞാനവിടെ ഒരുപാട് വേദന അനുഭവപ്പെട്ട സമയത്ത് പെയിനോട് പ്രതികരിക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി വലിച്ച് കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് എനിക്ക് മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ തരും. എന്നോട് പെയിൻ കൂടുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് എനിക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല. ഞാൻ ശ്വാസം മേലോട്ട് വലിക്കുമ്പോൾ കുഞ്ഞും വയറും എല്ലാം മേലോട്ട് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് ആശ്വസിപ്പിക്കും. എനിക്ക് ഇടയ്ക്ക് എങ്ങനെ അൺകോൺഷ്യസായി പോകും, അവരോട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കൈകളിൽ ജപമാല ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ കാലിത്തൊഴുത്തിലെ ഉണ്ണിമിശിഹായ്ക്ക് ജന്മം കൊടുത്ത അനുഭവങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വേദനിച്ച് കരയുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. ആ സമയത്ത് എന്നെ പരിചരിക്കാൻ വന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, റാണി ധൈര്യമുണ്ടല്ലോ, നീ കരയുന്നില്ലല്ലോ, ഈ ജപമാലയായിരിക്കുമല്ലേ മോൾക്ക് ശക്തി തരുന്നേ, പ്രാർത്ഥിക്ക്, കുറച്ചും കൂടി സമയം നോക്കാം, അത് കഴിഞ്ഞിട്ട് വേണേ സിസേറിയൻ ചെയ്യാം. വേണ്ട ഡോക്ടറെ, എനിക്ക് നൊന്ത് പ്രസവിക്കണം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ അനുഭവം അതാണല്ലോ. ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ സഹായിക്കും, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. ആ തലേ ദിവസം 9 മണി മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് 5 മണി വരെയുള്ള സമയം വല്ലാത്തൊരു സമയമായ എല്ലാവരും കാത്തു നിൽക്കുക, എന്തോ സംഭവിക്കാം. ഞാൻ ശ്വാസമുട്ടൽ ഗർഭിണിയായിരുന്നപ്പോൾ മുതലുള്ള ശ്വാസമുട്ടുകൾ കാരണം കഴിച്ച മരുന്നിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് തീർച്ചയായിട്ടും കുഞ്ഞിനുണ്ടാകുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. ഞാൻ പ്രസവിച്ചു കുഞ്ഞിനെ. ഡോക്ടർ എന്നെ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിഞ്ഞൊഴിഞ്ഞ് ആശ്വസിപ്പിച്ച എൻ്റെ അടുത്ത് നിന്നിരുന്നേ. കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ് ഡോക്ടർ ഈ കുഞ്ഞിനെ എൻ്റെ ചെവിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. ഞാനൊരു ചുംബനം കൊടുത്തിട്ട് ചെവിയിൽ പറഞ്ഞു, മോളെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്വന്തം കുഞ്ഞ. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഇടിപ്പ് എന്നും കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി ചൊല്ലുന്നൊരു കുഞ്ഞായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഡോക്ടർ തിരിച്ചു കൊണ്ടുപോകുന്നത്. അതെൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയൊരു അനുഭവം, അനുഗ്രഹമായിട്ട് ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ്. റാണി പ്രഗ്നൻ്റ് ആയ സമയത്ത് 1 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഒരു ദിവസം രാത്രി ശ്വാസം മുട്ടൽ കലശലാവുണ്ടാവുകയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറെ എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ വേണോ അമ്മയെ വേണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 പേരെ എനിക്ക് വേണം. ഡോക്ടർ പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ അമ്മ മരിക്കും, അതുകൊണ്ട് ഇത് അബോർട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഒരിക്കലും അതിനെ സമ്മതിച്ചില്ല. ഞാൻ പുറത്തു വന്ന് റാണിയോട് ഈ കാര്യം പറഞ്ഞു. റാണി പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അമ്മ നമ്മെ കൈവിടില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രസവ സമയമായപ്പോൾ ജൂബിലി മിഷനിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടെ രാത്രി ജപമാല ചൊല്ലിയും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ നടന്നു.
വെളുപ്പിന് 5:30 മണിയായപ്പോൾ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് റാണിക്ക് സാധിച്ചു. അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലാണ്. കുഞ്ഞിന് ഒത്തിരിയേറെ കുഴപ്പങ്ങളുണ്ടാവും, കറുത്ത കുഞ്ഞായിരിക്കും, ഇങ്ങനെയെല്ലാം ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനത്തെ യാതൊരു ലക്ഷണവും ഉണ്ടായില്ല. നല്ല ഒരു കുഞ്ഞിനെ തന്നെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം കുഞ്ഞിൻ്റെ മാമോദിസ സമയമായപ്പോൾ തലേ ദിവസം രാത്രി കലശലായിട്ടുള്ള ശ്വാസം മുട്ടലുണ്ടായി. ഞാനും റാണിയുടെ അമ്മയും റാണിയുടെ 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം രാത്രി ഒത്തിരി വൈകിക്കഴിഞ്ഞാൽ വണ്ടി കിട്ടുകയില്ല. ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ ശരീരം മുഴുവൻ നീല കളറായി. ശരിക്കും മരിച്ചെന്ന പോലെ ഒരവസ്ഥയിലേക്ക് റാണി കിടന്നു. ചെറിയൊരു ഇടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റാണിയുടെ അമ്മ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അമ്മ നമ്മെ കൈവിടുകയില്ല. ആ സമയത്ത് തന്നെ ശക്തമായ മഴ. 2:30 മണിയായി. അമ്മ വാതിൽ തുറന്ന് കുടയെടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നിന്നു. 3 കിലോമീറ്ററോളെങ്കിലും പോകണം ഒരു വണ്ടി കിട്ടണമെങ്കിൽ. ആ സമയത്ത് വണ്ടി കിട്ടാൻ യാതൊരു മാർഗവുമില്ല. ഞാനും അമ്മയുടെ കൂടെ പോയി നിന്ന് ആ റോഡിൽ നിന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു സഹോദരൻ ഇങ്ങനെ നടന്നു വരുന്നു. ആ സഹോദരൻ കവലയ്ക്ക് ഈ 3 കിലോമീറ്റർ ഉള്ള കവലയിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ മോൾക്ക് ശ്വാസം മുട്ടൽ കൂടുതലായിട്ട് വളരെ കൂടുതലാണ് ശ്വാസം മുട്ടൽ. അപ്പോൾ ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു വിടണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആ റോഡിൽ തന്നെ നിന്നു. കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാറ് വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഇവിടെയാണ് ഒരു രോഗിയെ കൊണ്ടുപോകേണ്ടത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈശോയുടെ മാതാവിൻ്റെയും ആ അനുഭവം ആ രാത്രിയിൽ ഞങ്ങൾ കാണുകയുണ്ടായി. അത്ഭുതം തോന്നി. കാരണം എത്രയും പെട്ടെന്ന് ഒരു കാറ് അവിടെ വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഉടനെ റാണീനെയും കൊണ്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എടുക്കാൻ പറ്റുകയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും അവരിത് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ നിർബന്ധത്താൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരു അബോധാവസ്ഥയിലായിരുന്ന റാണിക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നു. യാതൊരു കുറവുമില്ല. ഞങ്ങളെല്ലാവരും ചുറ്റും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 11:30-12 മണിയായപ്പോൾ ചെറിയൊരു അനക്കം. അങ്ങനെ 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴത്തേക്കും പതുക്കെ കണ്ണൊന്ന് തുറന്നു. ഈശോയുടെയും അമ്മയുടെയും ആ സ്നേഹം, ആ സഹനത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. എനിക്ക് പറയാനുള്ള ഇതാണ്, നമുക്ക് ഇങ്ങനെയുള്ള സഹനങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയുടെ സ്നേഹവും കരുതലും എപ്പോഴും നമുക്ക് താങ്ങും തണലുമാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി അമ്മയോടൊപ്പം ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇവിടെ തന്നെ നമുക്ക് സ്വർഗം അനുഭവിക്കാൻ സാധിക്കും. ബുദ്ധിമാന്ദ്യം വൈകല്യമുള്ള കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് ലഭിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് നല്ലൊരു കുഞ്ഞിനെ ഈശോ തന്നു. പഠിക്കാനും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി ചെയ്യുവാനുള്ള കൃപ ഇന്ന് എൻ്റെ മകൾക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം നയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും മധ്യസ്ഥ പ്രാർത്ഥന, അത് നയിക്കുവാനുള്ള കൃപ ഈശോ മാതാവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അനേകം മക്കളെ ദൈവാനുഭവത്തിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ നിരാശപ്പെട്ടു വരുന്ന മക്കളിലേക്ക് കർത്താവിൻ്റെ വചനവും സ്നേഹവും എല്ലാം പകർന്നു കൊടുക്കുമ്പോൾ അവർ മനസ്സ് നിറഞ്ഞ് പരിശുദ്ധ അമ്മയോടും ഈശോയോടും അടുക്കുന്ന ആ അനുഭവം ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിലൂടെ നിരവധിയായിട്ടുള്ള മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന, അതിലൂടെ ഈശോ നൽകുന്ന സാന്ത്വനം, അവർ പ്രത്യാശയോടുകൂടി ഇന്ന് നന്ദി പറഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല.